പിക്കപ്പ് ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വോൾവോ XC90 എന്ന വാഹനത്തിൻ്റെ എയർ സസ്പെൻഷനെ പറ്റിയിട്ടാണ്. ഇത് വോൾവോ XC90യുടെ ഫ്രണ്ട് എയർ സസ്പെൻഷനും ഇത് റിയറാണ്. ഫ്രണ്ടിൽ വരുന്നത് എയർ സ്പ്രിങ് വിത്ത് ഹൈഡ്രോളിക് ഷോക്ക് മോൾഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ റിയറിലാണെങ്കിൽ ഇത് ഇൻഡിവിജ്വലി ആണ് വരുന്നത്. അതായത് എയർ ബെല്ലോ സെപ്പറേറ്റ്, ഹൈഡ്രോളിക് ഷോക്ക് സെപ്പറേറ്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വെഹിക്കിളിൻ്റെ പാർട്സാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോർമലി വരുന്ന ഇതിൻ്റെ പാർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഫുൾ കേസിങ്, ഇത് ഡസ്റ്റ് കവർ അടക്കം ഫുൾ കേസായിട്ട് വരാം. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് ഉള്ള കാരണം ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സ്പ്ലിറ്റ് ചെയ്തൊരു പാർട്ട് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയറിൽ വരുന്ന എയർ സ്പ്രിങ്. അപ്പോൾ ഈ വെഹിക്കിളിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ വെഹിക്കിൾ ഹോൾഡ് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും വെഹിക്കിളിൻ്റെ ആ ഒരു സൈഡ് താഴ്ന്നു പോവുക. അപ്പോൾ കംപ്ലൈൻറ്റ് ഉള്ള ഭാഗം എന്ന് വെച്ചാൽ മൈന്യൂട്ട് ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ ആ ലീക്കേജ് വരുമ്പോഴാണ് ഇതുപോലെ ഒരു സൈഡ് മാത്രം താഴ്ന്നു നിൽക്കുക. നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും പല പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിളിനകത്തും ഒരു സൈഡ് മാത്രം താഴ്ന്നു നിൽക്കണ അല്ലെങ്കിൽ ലെവൽ വേരിയേഷൻ കയ്യിൽ നിൽക്കുന്ന ഇഷ്യൂസ്. അപ്പോൾ അതുപോലെ ഇത് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് കിട്ടിയത് എയർ സ്പ്രിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് ആണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ പാർട്സിന് പരിചയപ്പെടാം. ഇത് റിയറിലെ എയർ സസ്പെൻഷൻ്റെ എയർ ബെല്ലോസ് ആണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു 3-4 പാർട്ടായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കേസ് ഉണ്ട്, ഇത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളത്. അതിനകത്ത് വരുന്നത് രണ്ട് നിപ്പിളാണ്. ഒരു നിപ്പിൾ എന്ന് പറഞ്ഞാൽ എയർ ഫില്ല് ചെയ്യാനുള്ള പോർഷൻ. ഇവിടെ ഒരു ഹോസ് വെച്ചിട്ട് എയർ ഫില്ലിങ്ങിൻ്റെ നെട്ടാണ് വരിക. അതായത് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കംപ്രസർ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്രസറിൽ കൂടെയുള്ള എയർ ഈ ഹോസിൽ കൂടെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതും ഡൗൺ ആവുന്നതും. അതുപോലെ തന്നെ ഈ കാണുന്ന നിപ്പിൾ ഇത് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലത്തെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ മേളിൽ ചേസുമ്പോൾ ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ളത്. അതായത് എയർ സസ്പെൻഷൻ വർക്ക് ചെയ്യുമ്പോൾ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചേസിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പോർഷനാണ്. പിന്നെ വരുന്നത് ഇതുപോലൊരു മെറ്റൽ കേസിങ്, അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റൽ കേസിങ്, ഇത് അലുമിനിയം വരാം. അതുപോലെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കേസ് വരുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് കേസ് അടിയിൽ ലോവർ ആമിൻ്റെ ഉള്ളിലാണ് ഇത് പോസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്ന ഈ സസ്പെൻഷൻ പറയുന്ന സമയത്ത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ടിങ് ഉണ്ടോ, ഒരു കട്ട് ചെയ്തിട്ടൊരു പോർഷൻ ഉണ്ട്. അതുപോലെ സ്റ്റഡി പിന്നും ഇവിടെ. പിന്നെ വരുന്ന പാർട്ട് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു എയർ ബ്ലാഡർ വരും ഇതിനകത്ത് കണ്ടോ. ഈ എയർ ബ്ലാഡറിൽ എയർ ഫില്ലാകുമ്പോൾ ഇത് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് മാനുവലി ഞാനൊരു ഹോസ് വെച്ചിട്ടൊന്ന് ഫോഴ്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ ഹോസ് വെച്ചിട്ട് പൊതുമേ കാണിച്ചു തരാം. പക്ഷെ ഇത് ലിഫ്റ്റ് ആവുന്നില്ല, കാരണം ഇത് ഫുള്ള് ലീക്ക്ഡാണ്. മാത്രമല്ല ഇത് 3 ബാർ പ്രഷർ വന്നാൽ മാത്രമേ ഇത് മൊത്തത്തിൽ ലിഫ്റ്റ് ആവുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഊതുന്നു കേട്ടോ. നമ്മൾ എത്ര ഫോഴ്സ് ചെയ്താലും ആ ഒരു പ്രഷറിലേക്ക് ബൈക്കിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു എയർ ബ്ലാഡർ കണ്ടോ, ഇതുപോലെ ഫുള്ള് പൊന്തി വരും. അതായത് ഓഫ് റോഡ് മോഡ് ഓൺ ആക്കുന്ന സമയത്ത് ഇതുപോലെ വെഹിക്കിൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വരും. വെഹിക്കിളിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് മോഡ് ഓൺ ആക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലാണ് വെഹിക്കിൾ കീപ്പ് ചെയ്യുക. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എയർ ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞ് സമയത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള എയർ റിലീസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ നോക്കിയിട്ട് വെഹിക്കിൾ ഇതുപോലെ താഴെ ആണ് ചെയ്യുക. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലത്തെ എയർ ബ്ലാഡർ ഉണ്ട്. ഈ എയർ ബ്ലാഡറിൻ്റെ ഇടയിൽ മൈന്യൂട്ട് ക്രാക്ക് വരും. ഇതുപോലെ ക്രാക്കുകളുണ്ടോ, ഇതുപോലെ ക്രാക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ വിഷ്വലി വെഹിക്കിൾ നോക്കി കാണാൻ പറ്റില്ല. ഇതുപോലെ എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് മാത്രം കാണാൻ പറ്റില്ല. ഈ ഒരു ബെല്ലോ ഉണ്ടോ, നോക്കി നമുക്കൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക വെച്ചാൽ സ്കാനിങ് ടൂൾ വെച്ചിട്ട് ഇതിൻ്റെ പ്രഷർ വേരിയേഷൻ നോക്കും, ലീക്ക് ടെസ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു പ്രിൻസിപ്പിൾ കാണിക്കാൻ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടോ, അതിൽ പല സ്ഥലത്ത് ഇതുപോലെ ക്രാക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രാക്കുകൾ വഴിയാണ് പോകുന്നത്. പിന്നെ ചില കേസിൽ ഈ ക്രാക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഡസ്റ്റ് കവർ, ഈ കാണുന്ന ഡസ്റ്റ് കവർ ഉണ്ട്, ഡസ്റ്റ് കവറിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ട് പൊട്ടി പോവുക, അല്ലെങ്കിൽ ഇതുപോലെ മിസ്സലൈനായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഡസ്റ്റ് കയറി നിന്നില്ല, ആ മണ്ണും കൂടി നിന്നിട്ട് ഇതിൻ്റെ കൂടെ അമരുന്ന സമയത്തും ഇതുപോലെ ക്രാക്ക് വരാം. അതുപോലെ തന്നെ വോൾവോ വാഹനങ്ങളുടെ റിയറിൽ വരുന്നത് കോണ്ടിനെൻ്റൽ എന്ന ബ്രാൻഡും ഫ്രണ്ടിൽ വരുന്നത് AT എന്ന് പറഞ്ഞ ബ്രാൻഡാണ് സസ്പെൻഷൻ കമ്പനി കൊടുക്കുന്നത്. ഇതുപോലെ ഇതിന് ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റ് പാർട്ട് നമ്പറാണ് കൊടുത്തിട്ടുണ്ടാവുക. മാത്രമല്ല അതിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സൈഡിലൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ വോൾവോ ടാഗ് ഉണ്ടാവും. അതിൽ പാർട്ട് നമ്പർ LH കണ്ടോ, മെയ്ഡ് ഇൻ ജർമ്മനി. അതുപോലെ തന്നെ ഈ ഇതിനകത്ത് പാർട്ട് നമ്പർ പ്രത്യേകിച്ച് RH എഴുതിയാണ് കണ്ടോ. ഈ RH അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പറയുന്ന ഒരു കോമൺ വേർഡാണ്. അതായത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ്, അതായത് ലെഫ്റ്റും റൈറ്റിനെ പറയുന്നത് ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ഫ്രണ്ട് റൈറ്റിലാണ് ഇഷ്യൂ കണ്ടോ, ഫ്രണ്ട് RH എഴുതിയില്ല. ഇതുപോലെ വോൾവോ സംബന്ധമായ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.